അല്ല ഗൈസ്, ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഏതോ പാടത്ത് പൂത്തു നിൽക്കുന്ന പൂവുകളാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. 1 കിലോ മഞ്ഞൾ വാങ്ങി 2 കിലോ കിട്ടി. 2 കിലോക്കാളും മേലുണ്ട്. 1 കിലോ മഞ്ഞളിൽ നമുക്ക് ഇത്ര മഞ്ഞൾ ഇട്ടിട്ടു. ഇനി ഇതിൻ്റെ കുഴിച്ചിടണം. ഹലോ, വെൽക്കം ടു 3AJ Stens ഫാമിലി വ്ലോഗ്സ്. നമ്മുടെ വഴുതിങ്ങ തോട്ടത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ തോട്ടത്തിൽ. വഴുതിനിങ്ങ കൊണ്ടൊരു പൂത്തു നിൽക്കുന്ന വഴുതിനിങ്ങ പടം കണ്ടോ? വഴുതിനിങ്ങ പറിക്കാൻ പോലെ വഴുതിനിങ്ങൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോണേന്ന്. എന്താ ഉണ്ടാക്കാനറിയോ? വഴുതിനിങ്ങൻ്റെ പൊക്കുവട. പിന്നെ എല്ലാം ഒരു പരീക്ഷണമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ വഴുതിനിങ്ങൻ്റെ പൊക്കുവട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നോക്കാം. ഇങ്ങനെ ജവാൻ ഇങ്ങനെ പറിച്ചിടുന്നുണ്ട്. ഒരു ബക്കറ്റിലേക്കാണ് പറിച്ചിടുന്നത്. കണ്ടമാനം വഴുതിനിങ്ങ ഉണ്ട് കേട്ടോ. ഇഷ്ടം ഫോൺ ഇതിനകത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇളം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, കാരണം മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ വേഗം പറിക്കൂ. നമ്മളും കുറച്ചൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. പറിച്ചാലും തീരുന്നില്ല കേട്ടോ. അത്രയ്ക്കുണ്ട് നമ്മളെ വഴുതിനിങ്ങ. അതാ നമ്മൾ കൊട്ട കണക്കിന് ഇവിടെ കൊണ്ടിടുന്നുണ്ട് കേട്ടോ. നമ്മളൊരു മേശപ്പുറത്ത് അടുക്കി പെറുക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 5 ബക്കറ്റ് ഇട്ടിട്ടോ നമുക്ക് ഏകദേശം ഒരു 10-15 കിലോ ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മ, ഇതാ ഇത്രയൊക്കെ കിട്ടിക്കണം കേട്ടോ നമുക്ക്. 5 ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 5 ബക്കറ്റ് കിട്ടിയോ? ഇതെന്താ മനുഷ്യ അത്? നമ്മളെ ലൈവിൽ പറയും എല്ലാവരും, ഇത് പുഴുങ്ങി തിന്നോളേ കുറച്ച്. ഇത്രയും കൊണ്ട് ഞാൻ എങ്ങനെ പൊക്കോട ഉണ്ടാക്കൂ? എങ്ങോട്ട്? അയൽവാസികൾക്ക് കൊടുക്കും. ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും കൊണ്ട് ഞാൻ പൊക്കോട ഉണ്ടാക്കി ഞാനിവിടെ ദൈവമേ, എന്താണിത്? കൂമ്പാരമോ? വഴുതിനിങ്ങ കൂമ്പാരം. ദൈവമേ, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും സൂപ്പറാണ്. ഇത്രയും വഴുതിനെ നമുക്ക് കിട്ടി. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു പച്ചക്കറി. അപ്പോൾ ഇതാ നമ്മളെ ഒറിജിനൽ സാധനമാണ്, വിഷമൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ ഒരു വളം ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ടും ഇത്രയും നമ്മൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് എല്ലാവർക്കും കൊടുത്തിട്ടു. വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ഒത്തി പിടിച്ചിരിക്കുക. ഫോട്ടോഷോട്ടൊക്കെ അതിന് മേലെ കിടന്ന് ഉറങ്ങൊന്നും വേണ്ടേ? ഉറങ്ങാൻ മാത്രം ഉണ്ട്, മെത്ത പോലെ ഉണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവരും ഇതവിടെ ഫോട്ടോഷൂട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സ്റ്റാറ്റസൊക്കെ ഇട്ട് നിറയ്ക്കണം. തന്നെ വിഷമില്ലാത്ത ഒരൊറ്റ വളം പോലും ഉപയോഗിക്കാത്ത നമ്മളെ സ്വന്തം പച്ചക്കറി, നമ്മളെ പുതിന ഒരു കെട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ. എത്ര ആൾക്കാർ പുതിനയ്ക്ക് വേണ്ടി കുതിക്കുന്നുണ്ടാവും. അടിപൊളി അടിപൊളി. ആ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരണേ. പുതിന എടുത്തിട്ട് ബൊക്ക പോലെ ഉണ്ട്. ഇവിടുന്ന് വരെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, സ്റ്റാറ്റസ് ഇട്ട് നിറയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഈ വഴുതിനിങ്ങനെ കൊണ്ട് നമുക്കൊരു പൊക്കുവട ഉണ്ടാക്കി നോക്കാം. കുറേ ദിവസമായി ഈ ഉപ്പേരി തിന്നതെന്ന് നമ്മൾ കൊടുത്ത്, പിന്നെ കുറച്ച് പൊരിച്ചു നോക്കി. ഇനി വേറൊരു ഐറ്റംസ് ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിനെ കൊണ്ട് നമ്മൾ പൊക്കുവട ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നമ്മളെ തോട്ടത്തിൽ തന്നെ നമ്മൾ പറിക്കുകയാണ് കേട്ടോ. എല്ലാം നമ്മളെ ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഇറങ്ങി ഒന്ന് പറിച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളിത് പഴയ വീഡിയോയിൽ നമ്മൾ കാട്ടിയതാണ്. കറിവേപ്പിലേൻ്റെ മരം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ വഴുതിനേനെ ഇതാ ഇങ്ങനെ അരിഞ്ഞിട്ടോ. നമ്മൾ പഴംപൊരിക്ക് അരിയുന്ന പോലെ നീളത്തിലാണ് ഞങ്ങൾ കുറച്ച് അരിഞ്ഞത്. അപ്പം ആവശ്യമായ വിഭവങ്ങൾ ഇതാണ്: ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിലെടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ മല്ലിച്ചപ്പ്, നമ്മളെ കറിവേപ്പില എല്ലാം കൂടി നമ്മളിതാ ഇട്ട് മിക്സാക്കിട്ടോ. മിക്സാക്കി മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് രസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ എല്ലാം ഇതാ ഒരു പരുവത്തിലാക്കിയിട്ടിട്ട് കടലപ്പൊടിയും പിന്നെ കുറച്ച് മൈദപ്പൊടിയും എല്ലാം ഇട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മുക്കി പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ. അതെ, ഇതിനകത്ത് മുക്കി നമ്മളിതിനെ എടുത്ത് പൊരിക്കുകയാണ് ഗൈസ്. എങ്ങനെ അതവിടെ ഇരുന്ന് പൊരിയട്ടെ. എന്നാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഒരു വെറൈറ്റി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പൊക്കുവടേനെക്കാട്ടും നല്ലൊരു ഇതൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വഴുതിനിങ്ങനോട് എന്ത് വേണം ഉണ്ടാക്കാൻ?
ഇനി വൈകുന്നേരം ജ്യൂസ് വരെ അടിക്കാം. നമ്മളെ വഴുതിനിങ്ങനെ പൊക്കുവട അടിപൊളിയാണ് കേട്ടോ. ഞാനത് ടേസ്റ്റ് ചെയ്ത് കഴിത്തരാം. നിങ്ങളുടെ നല്ല ടേസ്റ്റ് കേട്ടോ. അറിയാം അടിപൊളി. സുലമ കഴിച്ചു നോക്കി. നല്ല ക്രിസ്പി. ആ ഈ വഴുതിനിങ്ങ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് തന്നെ അറിയുന്നതന്നെയല്ല. നോക്കിയാണേ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. നല്ല പക്ഷേ ചൂടോടെ തണുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ച് എങ്ങനെയുണ്ട്? ഇത് കാണുമ്പോ വഴുതന അത്ര രസം തോന്നില്ല. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളെ അത് സുലഭ ഫുള്ളായിട്ട് കഴിച്ചു കിട്ടും. ഇനിയും തരുന്നുണ്ടായി വേണമെങ്കിൽ കേട്ടോ. അപ്പൊ അടിപൊളിയാണ് ഗൈസ്. നമ്മളെ വഴുതിനിങ് എന്തായാലും ഇഷ്ടംപോലെ വഴുതിനിങ് കിട്ടീനി. കുറച്ച് ദിവസം നമ്മൾ പൊക്കുവട, ചായക്ക് പലഹാരം പൊക്കുവട, വഴുതിനിങ്ങ പൊക്കുവട. അപ്പൊ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ടാറ്റ പറ.